ടാസ്ക് തോറ്റതിൻ്റെ വിഷമത്തിൽ അവിടെ ഋഷി കിടന്ന് പൊട്ടിക്കരയുകയാണ്. കരയുന്നത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രിയുടെ മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് തോറ്റപ്പോൾ തന്നെ അവിടെ ഋഷി ആകെ മൂഡ് ഓഫായി. ഗെയിം ആകെ എന്താ ചെയ്യേണ്ടേ, എന്താണ് പറ്റിയത് എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. അവിടെ ഋഷിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ഋഷിയുടെ ഫോട്ടോ ഋഷിക്ക് കൊണ്ടുവയ്ക്കാനും വയ്യ. അവിടെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ളത് കൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ വയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ ടീം വിജയിക്കുകയും ചെയ്യും. അവിടെ ഋഷി ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ തന്നെ കൺഫ്യൂഷനായി. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഋഷിക്ക് ഗെയിം ജയിക്കാമായിരുന്നു. ഒന്നല്ലെങ്കിൽ അൻസിബ കൂടെ വേണം, അല്ലെങ്കിൽ മറ്റേ ടീമിൽ നിന്ന് ആരെങ്കിലും വേണം. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ കൊണ്ടുവച്ച് ജയിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ആകെ ഗെയിം കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഋഷി ആകെ സെൻറ്റിയായി, മൂഡ് ഓഫായി, ആകെ കളി ഗെയിമിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെയാണ് അവിടെ ഇരുന്നിട്ട് ഋഷി പറയുന്നത്. അപ്പോൾ വന്നിരുന്ന് അർജുൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ലടാ, ഇതല്ല ഗെയിമല്ലേ, ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ലല്ലോ. പിന്നെ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. അവിടെ നീ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥാനത്ത് നിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് അൻസിബ വെച്ചു, അതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈം ആ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ വന്ന് സംസാരിക്കുന്നത് അർജുനാണ്. ശരണ്യയുടെ ഫോട്ടോ കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ ഫോട്ടോ അവരെടുക്കുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ ഒരു ഗെയിം ചേഞ്ച് അവിടെ നടത്താനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. അത് അർജുൻ പറഞ്ഞതുകൊണ്ട് അവിടെ മുടിയൻ അതിന് സമ്മതിച്ചത്. അപ്പോൾ പിന്നീട് ഇത് ആലോചിച്ചുകൊണ്ട് അവൻ ആകെ കൺഫ്യൂഷൻ ആവണം. ഞാനും അൻസിബയും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം വെക്കായിരുന്നല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ അർജുൻ പറഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങനെ മാറ്റി വയ്ക്കാൻ തയ്യാറായത് എന്നൊരു ചിന്ത വന്നിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ജിൻഡോ കൂടിയാണ്. ജിൻഡോ വന്നിട്ട് ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു ഋഷീനെ. വന്നിട്ട് പറഞ്ഞു, അർജുൻ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തു, അർജുൻ നിൻ്റെ അടുത്ത് അത് പറഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ ഗെയിം കളിക്കേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നീ തോറ്റത്, ഇങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അർജുനാണ് നിൻ്റെ അടുത്ത് ഗെയിം കളിച്ചത്, അർജുൻ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അർജുനെതിരെ ഋഷിയെ തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഇവിടേക്ക് ഗബ്രി കയറി വരുന്നത്. ഗബ്രി കയറി വരുന്ന സമയത്ത് ഇവിടെ പൊട്ടിക്കരയാണ് ഋഷി. അർജുൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാറ്റി ഗെയിം കളിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ജയിക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. അർജുൻ പറഞ്ഞിരുന്നു അവരുടെ ടീമായ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീമാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, ഇനി എങ്ങാനും ശരണ്യയുടെ ടീമാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്യില്ല, എന്നെയും അൻസിബേനെയും സ്പ്ലിറ്റ് ചെയ്യില്ല എന്നൊരു വാക്ക് എനിക്ക് തന്നിരുന്നു. അതിൻ്റെ പുറത്താണ് അങ്ങനെ മാറ്റി ഗെയിം കളിക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല, ഞാൻ കളിച്ചത് തെറ്റിപ്പോയി, അങ്ങനെ എന്തൊക്കെയോ ചിന്തകളാണ് ഋഷിയുടെ മനസ്സിൽ. അതിനെ പൊട്ടിക്കരയുകയാണ് ഗബ്രിയുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളെ ഒരിക്കലും പിരിക്കില്ല, നീ സമാധാനമായിട്ടിരിക്കും, ഞാനാണ് ക്യാപ്റ്റൻ ആവുന്നതെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഞാൻ പിരിക്കില്ല എന്നവിടെ ഗബ്രി വാക്കും കൊടുക്കുന്നുണ്ട് ഋഷിക്ക്. എന്തായാലും ഋഷിയുടെ മനസ്സിൽ അർജുനെതിരെ ഒരു ചെറിയ ബോംബ് പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടിച്ചിരിക്കുന്നത് ജിൻഡോ തന്നെയാണ്. ഇനി ഇത് എങ്ങനെയാവും എന്നുള്ളത്, ഋഷിയും അർജുനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്ന് അവർ അടിച്ചു പിരിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.